ഹലോ ഗൈസ്, ബ്രെയിൻ ബൂസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു മിറർ ക്യൂബ് സോൾവ് ചെയ്യുന്നതെന്നാണ്. അപ്പോൾ 3x3 അതേ മൂവ്സ് തന്നെയാണ് ഈ മിറർ ക്യൂബിലും വരുന്നത്. മിഡിൽ പീസ്, എഡ്ജ് പീസ്, കോർണർ പീസ്, ആർ ഡാഷ്, ഇതിനകത്തും ആർ ഡാഷ്. അതുകൊണ്ട് നമ്മൾ 3x3 അതേ അൽഗോരിതമാണ് മിറർ ക്യൂബിനും എടുക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഫസ്റ്റ് നമുക്ക് ഇതൊന്ന് ഷഫിൾ ചെയ്തെടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് ഷഫിൾ ചെയ്തെടുക്കാം. നമ്മൾ നന്നായിട്ടൊന്ന് ഇത് ഷഫിൾ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഏറ്റവും ഹൈറ്റുള്ളൊരു കോർണർ പീസ് കണ്ടുപിടിക്കേണ്ടതുണ്ട്. ഇതിൽ രണ്ടിലും ഏതോ ആണ് ഇതിലെ ഏറ്റവും ഹൈറ്റുള്ള കോർണർ പീസ്. എന്നപ്പോൾ നമ്മൾ ഹൈറ്റുള്ളൊരു എഡ്ജ് പീസ് എടുക്കുന്നു. ഇന്ന് അത്യാവശ്യം ഹൈറ്റ് ഉണ്ട്. നമ്മൾ എന്നപ്പോൾ അത് ഒന്ന് ഫിറ്റ് നോക്കുന്നു. ഇതിനേക്കാളും ഹൈറ്റ് കൂടുതലാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇതിനകത്ത് ഏറ്റവും ഹൈറ്റുള്ളത് ഈ സെൻറ്റർ പീസാണ്. നമ്മൾ ആ സെൻറ്റർ പീസിൻ്റെ നേരെ ഓപ്പോസിറ്റ് നോക്കുന്നു. എന്നിട്ട് അത് എഡ്ജ് പീസ് അവിടെ കൊണ്ടുവരുന്നു. ഇതുപോലെ 4 സൈഡിലും സെയിം സൈസുള്ള എഡ്ജ് പീസ് നമ്മൾ കൊണ്ടുവരിക. ജസ്റ്റ് ഒന്ന് ടേൺ ചെയ്ത് നമ്മൾ 4 സ്ഥലത്തും സെയിം സൈസുള്ള എഡ്ജ് പീസ് കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ 4 സ്ഥലത്തും സെയിം സൈസായിട്ടുള്ള എഡ്ജ് പീസാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് മാച്ചാക്കാം. ഇതിപ്പോൾ സൈസ് ഇവിടെ ഓൾറെഡി മാച്ചാണ്. റൈറ്റ് സൈഡിൽ പിടിച്ച് 2 തവണ ടേൺ ചെയ്യുക. അതുപോലെ എല്ലാം ഒന്ന് ചെയ്യുക. ഇതിൻ്റെ ഇപ്പോൾ മാച്ചല്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് ടേൺ ചെയ്ത് മാച്ചാക്കി കൊടുത്തിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ പിടിക്കുന്നു, 2 ടേൺ ചെയ്യുന്നു. ബാക്കി ഉള്ള 2 അതുപോലെ തന്നെ ചെയ്യുക. അപ്പോൾ അത് കഴിഞ്ഞ് അതിൻ്റെ നേരെ ആ അടിയിൽ നോക്കുക. ഇപ്പോൾ നിങ്ങൾക്കിവിടെ ഒരു പ്ലസ് പോലെ ഒരു കുരിശ് പോലൊക്കെ ഒന്ന് കിട്ടിയിട്ടുണ്ടാവും. അതിനെ അടിയിലാക്കി പിടിച്ചതിന് ശേഷം നമുക്ക് കോർണർ പീസാണ് ഫിറ്റാക്കാനുള്ളത്. 3x3 പോലെ തന്നെ നമ്മൾ ഇതിൻ്റെ കോർണർ പീസ് ഒരു കോർണർ പീസ് സെലക്ട് ചെയ്യുന്നു. അതിൻ്റെ സൈഡും മാച്ചാക്കുന്നു. അത് കഴിഞ്ഞ് അതിനെ പൊക്കി ഇവിടെ ഒരു എൽ ഷേപ്പ് വന്നു ഇതാക്കുന്നു. ഇതിപ്പോൾ ഇവിടെ ഫിറ്റായി വന്നിട്ടുണ്ടാവും. അടുത്തത് അതുപോലെ ചെയ്യുക. ഇതിപ്പോൾ ഇവിടെ മാച്ച് വന്ന് ഇവിടെ മാച്ച് വന്നിട്ടുണ്ട്. ഒരു സൈഡിൽ മാച്ചായില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ 2 സൈഡും നോക്കേണ്ടതുണ്ട്. ഇതിപ്പോൾ ഇവിടെ മാച്ചായില്ലെങ്കിൽ ഇവിടെ മാച്ചാവുന്നുണ്ട്. ഫ്രണ്ടിൽ പിടിച്ചു, സൈഡ് ടേൺ ചെയ്തു, പൊക്കി ടേൺ ചെയ്യുമ്പോഴത്തേനും എൽ ഷേപ്പ് കിട്ടുന്നു, താക്കുന്നു. ഇവിടെ ഇപ്പോഴും ആ ഒരു സെക്ഷൻ ഫോമായി കിട്ടിയിട്ടുണ്ട്. ഇനി ഈ 2 കൂടിയാണുള്ളത്. നമുക്ക് മാച്ചാക്കാം അടുത്തതിനെ. ഇതിപ്പോൾ ഇവിടെ ഇങ്ങനെ മാച്ചായിട്ടുണ്ട്, നോക്കുന്നു. എൽ ഷേപ്പ് പോലെ കിട്ടുന്നു, താക്കുന്നു. ഇനി ഈ ഒരു കട്ടയും കൂടാണ് നമുക്ക് ബാക്കി വരുന്നത്. ആ കട്ട ഇരിക്കുന്നത് ഇവിടെ തന്നെയാണ്, പക്ഷേ സ്ഥലം മാറിയാണ് ഇരിക്കുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് അതിനെ വെളിയിലോട്ട് കൊണ്ടുവരാം. എന്നിട്ട് ജസ്റ്റ് നമുക്ക് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്ത് കൊടുക്കാം. ഇത്രയും ചെയ്യുമ്പോഴത്തേനും നമ്മൾ മിറർ ക്യൂബിൻ്റെ ഫസ്റ്റ് ലെയർ ഇവിടെ കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്. നമുക്ക് ഇതിനകത്ത് കംപ്ലീറ്റ് ആക്കേണ്ടത് എഡ്ജ് പീസാണ്. നമ്മൾ എഡ്ജ് പീസ് ഇത് 3x3 ചെയ്ത പോലെ തന്നെ എഡ്ജ് പീസ് നമ്മൾ മാച്ചാക്കുന്നു. അത് കഴിഞ്ഞ് നോക്കുന്നു എവിടെയാണ് അത് ഫിറ്റ് ചെയ്യേണ്ടത്. നമ്മൾ ജസ്റ്റ് ഒന്ന് സൈസ് വെച്ച് നോക്കുക എവിടെ ആയിരിക്കും അത് വരേണ്ടത്. ഇവിടെ ആയിരിക്കും അത് വരേണ്ടത്. ഇത് അത്രയും സൈസ് ഇല്ല. അപ്പോൾ നമ്മൾ റൈറ്റ് സൈഡിൽ കയറ്റാൻ 3x3 പ്രയോഗിച്ച അതേ ഇക്വേഷൻ നമ്മൾ ചെയ്യാൻ പോവാണ്. യു ഡാഷ് ആർ ഡാഷ് യു ഡാഷ് എഫ് യു എഫ് ഡാഷ്. ഇത്രയും ചെയ്യുമ്പോഴത്തേനും നമുക്ക് ഈ ഒരു എഡ്ജ് പീസ് ഇവിടെ കറക്റ്റായിട്ട് കയറിയിട്ടുണ്ടാവും. നമ്മളിനി അടുത്ത എഡ്ജ് പീസ് ഒന്ന് നോക്കുക. ഇതാണ് അടുത്ത എഡ്ജ് പീസ്. ഇത് ഷുവറായിട്ട് ഇവിടെ തന്നെ ആയിരിക്കും വരേണ്ടത്, കാരണം അത്രയും വലുപ്പമില്ലാത്തതാണ്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ കയറ്റാനുള്ള എഡ്ജ് പീസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കയറ്റാനുള്ള അൽഗോരിതം ചെയ്യാൻ പോവാണ്. യു ഡാഷ് എൽ ഡാഷ് യു എഫ് ഡാഷ് യു ഡാഷ് എഫ്. ഇത്രയും ചെയ്യുമ്പോഴത്തേക്കും ഇതിവിടെ മാച്ച് കിട്ടിയിട്ടുണ്ടായിരിക്കും. ഒരുപക്ഷെ നിങ്ങൾക്ക് മിറർ ക്യൂബ് തിരിക്കാൻ നല്ല പാടായിരിക്കും, കാരണം അതിൻ്റെ സൈസ്
ഷിഫ്റ്റിംഗ് ആയതുകൊണ്ട് അത്യാവശ്യം പാട് കാണും. നിങ്ങൾ ശ്രദ്ധിച്ച് തിരിക്കുക. ഇതിപ്പോൾ എൻ്റെ രണ്ടാമത്തെ മിറർ ക്യൂബാണ്. ശ്രദ്ധിച്ച് തിരിച്ചില്ലെങ്കിൽ ഇത് പൊട്ടിപ്പോവും. അപ്പോൾ നമ്മൾ ഇനി നെക്സ്റ്റ് എഡ്ജ് പീസ് ഇവിടെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഇവിടെ മാച്ച് ആക്കിയിരിക്കുന്നു. ലെഫ്റ്റ് സൈഡിൽ വരേണ്ട ഇക്വേഷൻ ചെയ്യുന്നു. യു ഡാഷ് എൽ ഡാഷ് യു എൽ യു എഫ് ഡാഷ് യു ഡാഷ് എഫ്. ഇത്രയും ചെയ്യുമ്പോഴത്തേനും ഈ പീസ് ഇവിടെ മാച്ചാക്കി ഇട്ടിട്ടുണ്ടായിരിക്കും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എഡ്ജ് പീസിലെ ലാസ്റ്റ് പീസാണ്. ഇതിപ്പോൾ ഇവിടെ ഓൾറെഡി മാച്ചാക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അത് റൈറ്റ് സൈഡിൽ കയറ്റാനുള്ള ഇക്വേഷനാണ് ചെയ്യേണ്ടത്. യു ഡാഷ് ആർ ഡാഷ് യു ഡാഷ് എഫ് യു എഫ് ഡാഷ്. ഇത്രയും ചെയ്യുമ്പോഴത്തേനും നമ്മൾ ഇതിൻ്റെ സെക്കൻഡ് ലെയറും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പം നമുക്കിനി ശരിയാക്കാനുള്ളത് അപ്പ് സൈഡാണ്. അപ്പോൾ അതിന് നമ്മൾ ആദ്യം ഒരു ലൈൻ വരുത്തണം. നമുക്ക് ഒരു ഇതുപോലെ പൊങ്ങിയിരിക്കുന്നതിനെ നമ്മൾ ഫ്രണ്ട് സൈഡിൽ പിടിച്ചതിന് ശേഷം ഈ ഇക്വേഷൻ ചെയ്യുക. എഫ് ഡാഷ് ആർ യു ആർ ഡാഷ് യു ഡാഷ് എഫ് ഡാഷ്. ഇവിടെ ഒരു ജെ പോലെ വന്നിട്ടുണ്ട്. നമുക്കത് ഏകദേശം ഒരു ജെ പോലെ. അപ്പോൾ ആ ജെനെ നമ്മൾ ഫ്രണ്ടിൽ ഇതുപോലെ പിടിച്ചതിന് ശേഷം ഇക്വേഷൻ റിപ്പീറ്റ് ചെയ്യുക. എഫ് ഡാഷ് ആർ യു ആർ ഡാഷ് യു ഡാഷ് എഫ്. ഇത്രയും ചെയ്യുമ്പോഴത്തേനും ഇപ്പോൾ ഇവിടെ ഒരു ലൈൻ കിട്ടിയിട്ടുണ്ടായിരിക്കും. ഇനി നമുക്ക് ഈ ലൈൻ ഇതുപോലെ പിടിച്ചതിന് ശേഷം ഇക്വേഷൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുക. എഫ് ഡാഷ് ആർ യു ആർ ഡാഷ് യു ഡാഷ് എഫ്. ഇത്രയും ചെയ്യുമ്പോഴത്തേനും നിങ്ങൾക്ക് ഇവിടെ ഒരു പ്ലസ് കിട്ടിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ പ്ലസ് ഇവിടെ ഒരു ബോക്സ് കിട്ടിയാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബോക്സിന് ഈ സൈഡിലാക്കി പിടിക്കണമെന്ന്. ബട്ട് ഇവിടെ രണ്ട് സൈഡിലും ബോക്സ് കിട്ടിയിട്ടുണ്ട്. അന്നപ്പോൾ നമുക്ക് ഇതിനെ രണ്ടിനെയും പുറകിലാക്കി പിടിച്ചുകൊണ്ട് ഇനിയുള്ള ഇക്വേഷൻ ചെയ്യാം. ആർ യു ആർ ഡാഷ് യു ആർ യു ടു ആർ ഡാഷ്. ഇത്രയും ചെയ്യുമ്പോഴത്തേനും ഇവിടെ ഒരു ബോക്സ് മാത്രമായിട്ട് കിട്ടിയിട്ടുണ്ടായിരിക്കും. അതിനെ ലെഫ്റ്റ് സൈഡിൽ പിടിച്ചുകൊണ്ട് ഇക്വേഷൻ റിപ്പീറ്റ് ചെയ്യുക. ആർ യു ആർ ഡാഷ് യു ആർ യു ടു ആർ ഡാഷ്. ഇത്രയും ചെയ്യുമ്പോഴത്തേനും അതുപോലെ തന്നെ വന്നാൽ സെയിം രീതിയിൽ ഇക്വേഷൻ റിപ്പീറ്റ് ചെയ്യുക. ആർ യു ആർ ഡാഷ് യു ആർ യു ടു ആർ ഡാഷ്. ഇത്രയും ചെയ്യുമ്പോഴത്തേനും മേളിൽ ഫ്ലാറ്റായി കിട്ടിയിട്ടുണ്ടായിരിക്കും. ഇനി നമുക്ക് ഇതിൻ്റെ എഡ്ജ് ഇതൊന്ന് കറക്റ്റാക്കി കൊടുത്താലും കൂടെ മതിയായിരിക്കും. അതിന് നമ്മൾ ഈ ഇക്വേഷനാണ് ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു സൈഡ് പുറകെ പിടിച്ചതിന് ശേഷം ഈ ഇക്വേഷൻ ചെയ്യുക. ആർ ഡാഷ് എഫ് ആർ ഡാഷ് ബി ടു ആർ എഫ് ഡാഷ് ആർ ഡാഷ് ബി ടു ആർ ടു. ഇത്രയും ചെയ്യുമ്പോഴത്തേനും നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സൈഡ് ഒരേപോലെ കിട്ടിയാൽ നോക്കുക. ഇല്ലെങ്കിൽ സെയിം രീതിയിൽ പിടിച്ചുകൊണ്ട് തന്നെ ഒന്നുകൂടെ ഇക്വേഷൻ റിപ്പീറ്റ് ചെയ്യുക. ആർ ഡാഷ് എഫ് ആർ ഡാഷ് ബി ടു ആർ എഫ് ഡാഷ് ആർ ഡാഷ് ബി ടു ആർ ടു. ഇത്രയും ചെയ്യുമ്പോഴത്തേനും നിങ്ങൾക്ക് ഇവിടെ രണ്ട് സൈഡും മാച്ചാക്കി കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെ പുറകെ പിടിച്ചുകൊണ്ട് ഇക്വേഷൻ റിപ്പീറ്റ് ചെയ്യുക. ആർ ഡാഷ് എഫ് ആർ ഡാഷ് ബി ടു ആർ എഫ് ഡാഷ് ആർ ഡാഷ് ബി ടു ആർ ടു. ഇത്രയും ചെയ്യുമ്പോഴത്തേനും നിങ്ങൾക്ക് ഒരു ലൈൻ കിട്ടുമായിരിക്കും. അതിനെ ഇതുപോലെ കറക്റ്റ് ആക്കിയിട്ട് ബാക്ക് സൈഡിൽ പിടിച്ചുകൊണ്ട് ഈ ഇക്വേഷൻ ചെയ്യുക. ആർ യു ഡാഷ് ആർ യു ആർ യു ആർ യു ഡാഷ് ആർ ഡാഷ് യു ഡാഷ് ആർ ടു. ഇത്രയും ചെയ്യുമ്പോഴത്തേനും ഇക്വേഷൻ നമുക്കിവിടെ മിറർ ക്യൂബ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടാവും. ഇനി നമ്മൾ 4x4 വരുന്നതായിരിക്കും. ഇതുപോലത്തെ നല്ല പാർട്സുകളുമായി വീണ്ടും വരാമെന്ന പ്രതീക്ഷയിൽ ഗുഡ് ബൈ.